നാഷണൽ ഹൈവേ പെരിയാട്ടടുക്കം ചെരുമ്പയിൽ നടപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന നിരാഹാര സമരം നടത്തി. എന്നെ നെല്ലിക്കുന്ന് എംഎൽഎ സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. NH66 നിർമ്മാണത്തിന്റെ ഭാഗമായി ചേരുമ്പ റിഫയ്യ മസ്ജിദിന് സമീപം വരുന്ന കോൺക്രീറ്റ് മതിൽ മൂലം റോഡിന് ഇരുവശത്തുമുള്ള സഞ്ചാരപാത നിഷേധിച്ച NH അതോറിറ്റിക്കെതിരെ കഴിഞ്ഞ 2.5 വർഷമായി ജനകീയ സമിതി രൂപീകരിച്ച് നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നടപ്പാത വേണമെന്നാവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല അടക്കമുള്ള സമരപരിപാടികൾ നടത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടക്കം സ്ഥലം സന്ദർശിച്ച് സമരക്കാരുടെ ആവശ്യം ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരസമിതി നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കാസർഗോഡ് കളക്ടറേറ്റ് പടിക്കൽ ഏകദിന നിരാഹാര സമരം നടത്തിയത്. കാസർഗോഡ് എംഎൽഎ എന്നെ നെല്ലിക്കുന്ന് സമരം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാ ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ, ചർച്ചിൽ പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസനവും നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. മനുഷ്യന്റെ വേദനയുടെ സൈകിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കറിയില്ല നിങ്ങളുടെ ഈ സമരസമിതിയുടെ നിലപാട് എന്ത് ചെയ്യുന്നു. ഒരു അണ്ടർപാസ് ഇല്ല എങ്കിൽ ഒരു FOB കിട്ടിയാലെങ്കിലും നിങ്ങൾ തൃപ്തിപ്പെടുമോ എന്ന് എനിക്കറിയില്ല. സാധാരണ അപ്പോൾ ഈ FOBക്ക് വലിയ ചെലവില്ല എന്ന് മാത്രമല്ല, NHAയുടെ അധികൃതർ അതുപോലെ തന്നെ ഈ നിർമ്മാണ കമ്പനി 2 നിർമ്മാണ കമ്പനികളാണ് കാസർഗോഡുള്ളത്. ഊരാളുകളും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയും. അവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് സാധാരണ ഈ FOB ഈ NHAയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷവും വേണമെങ്കിൽ FOB നമുക്ക് തരാമെന്നാണ്. അതിന് വലിയ ചെലവില്ല, വലിയ സാങ്കേതികത്വമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു ഉറപ്പ് കിട്ടണം. സമരസമിതി ചെയർപേഴ്സൺ P. പ്രസീത അധ്യക്ഷത വഹിച്ചു. നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന P. രാജൻ ഊരുമൂപ്പൻ, സമരസമിതി കൺവീനറും ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ KM ബഷീർ എന്നിവർക്ക് UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി ഹാരാർപ്പണം നടത്തി. ഇരുഭാഗങ്ങളിലായി നിരവധി ആരാധനാലയങ്ങൾ, അംഗനവാടി, മദ്രസ, സ്കൂൾ, കോളേജ് അടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പ്രദേശമാണിതെന്നും എത്രയും പെട്ടെന്ന് അനുകൂലമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ NHR നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചേരുമ്പയിൽ കടന്നു പോകുന്ന വൻ മതിൽമൂല് കാരണം ഇരു സൈഡിലുള്ള ജനങ്ങൾക്ക് വളരെ പ്രയാസമാണ്. ഒരു സൈഡിൽ ഉദുമ സയൻസ് കോളേജുണ്ട്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, അതുപോലെ പള്ളിയുടെ ഖബർസ്ഥാൻ, മറ്റേ ഏരിയയിൽ നേരെ മദ്രസ, ഒരു 550 കുട്ടികൾ പഠിക്കുന്ന മദ്രസ ഉണ്ട്. അങ്ങനെ നിരവധി അവിടെ കാലെടുക്കാൻ നിവാസികളുടെ ഒരു വലിയ 500ഓളം വീടുകളുള്ള ഒരു വലിയ നഗരമുണ്ട്. സാധാരണക്കാരായ ഒരുപാട് പേർക്ക് ഇതൊരു വലിയ പ്രയാസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അണ്ടർപാസ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിലുള്ളത്. അവിടെ സൈറ്റിൽ കളക്ടറൊക്കെ വന്ന് കളക്ടറിൽ ബോധ്യപ്പെട്ട കാര്യമാണ് ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്ന് ബഹുമാനപ്പെട്ട കളക്ടർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ എന്താ പറയുക ഒരു അനുകൂലമായ നടപടിയുമില്ല. മെഗാ കൺസ്ട്രക്ഷൻ്റെ അവർ വളരെ ധിക്കാരപരമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് ഈ അടിപ്പാത കിട്ടുന്നവരെ നമ്മൾ ഈ സമരത്തിന് പിന്നോട്ട് പോകുന്ന കാര്യമില്ല. ശക്തമായിട്ട് ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടാവും ഈ അവസരത്തിൽ പറയുന്നത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സിദ്ദിഖ് പള്ളിപ്പുഴ, യൂത്ത് കോൺഗ്രസ് മുൻ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ, നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, BJP മണ്ഡലം സെക്രട്ടറി ഗംഗാധരൻ തച്ചങ്ങാട്, CPM ബ്രാഞ്ച് സെക്രട്ടറി നൌഷാദ് ബങ്കണ, യൂത്ത് ലീഗ് ശാഖാ പ്രസിഡന്റ് KM ആരിഫ്, ജമാഅത്ത് സെക്രട്ടറി ഖലീൽ ബങ്കണ, റൌഫ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. സമരസമിതി ജോയിന്റ് കൺവീനർ അസ്ലം ബങ്കണ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.